വീണ്ടും ഒരു കുട്ടി വ്ളോഗാണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുമ്പസരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൂടെ വിളിച്ചിട്ട്, എനിക്കിങ്ങനെ ചർച്ചൊന്നോ ടെമ്പിളൊന്നോ ഒന്നുമില്ല. എനിക്ക് എവിടെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിരിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഉണ്ട്. പിന്നെ ഈ ദൈവവിശ്വാസം അല്ല, ഞാൻ ഏത്തിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നവരോട് ദൈവം എന്ന് പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നത് എന്തോ ഒരു പോസിറ്റീവ് എനർജി. അതിപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ, നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എന്ത് പറഞ്ഞാലും നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് എന്തും പറയാൻ പറ്റുന്ന, എൻ്റെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിൽ പറയാനും, സങ്കടം വരുമ്പോൾ സങ്കടത്തിൽ പറയാനും, അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഒരു കമ്പാനിയനായിട്ടാണ് ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വീക്കാവുമ്പോഴും ഞാൻ കുറച്ച് ഹാപ്പി ആകുമ്പോഴൊക്കെ ഞാൻ ആദ്യം പോയി എല്ലാം ഷെയർ ചെയ്യുന്നത് ഈ ദൈവത്തിനോട് തന്നെയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നൊരു ദിവസമാണ് ഇവിടെ എന്നെ വിളിച്ചിട്ട് നാളെ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഐ സെഡ് യെസ്, വൈ നോട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ആദ്യം പോയി പ്രാർത്ഥിച്ചു, പിന്നെ അവൾ കുമ്പസരിക്കാൻ പോയി, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പൊതുവെയുള്ള കലാപരിപാടി എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പോകാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മ്യൂസിയത്തേക്കായിരുന്നു. അവിടെ പോയി കുറച്ച് നേരം ചുമ്മാ ഇരിക്കാൻ വിചാരിച്ചു. മ്യൂസിയത്തിൽ പോയി ചുമ്മായിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ക്രേവിങ്സ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് രാത്രിയായപ്പോൾ വീട്ടിൽ എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.